പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കരമുയർത്തി സ്തുതിച്ച് നമ്മുടെ കർത്താവിനെ ഒന്ന് വാഴ്ത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, യേശു ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ ഹല്ലേലൂയ വാക്കും യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്നുള്ള വാക്കുമൊന്നും ഞാൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ദൈവത്തെ ആരാധിക്കുവാനുള്ള ഏറ്റവും ശക്തമായ വാക്കുകളാണ് ഇതൊന്നും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ബ്രദർ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ താമസിക്കുന്നു, കുടുംബമായി താമസിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ജീവിത പങ്കാളിയും 3 മക്കളും. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കർത്താവിനെ അറിയുവാനിടയായി. ഞാൻ ചെന്നൈയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ജോലിയിലായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ഉണ്ട്. ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, കൊച്ചിൻ ഈ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിലായിരുന്ന സമയത്ത് തന്നെ വചനോത്സവം എനിക്ക് ലഭിക്കുമായിരുന്നു. ആരോ എന്നോട് കരുണ തോന്നി വചനോത്സവം എനിക്ക് അയച്ചുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് കർത്താവിൽ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് വചനോത്സവം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കുറെ കാലം കടന്നുപോയി. യേശു തമ്പുരാൻ എന്നെ വിളിച്ചതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. തുടർന്നുള്ള സമയത്ത് 1986 വിവാഹം കഴിഞ്ഞു. 87-ലും 91-ലും 92-ലും 3 കുഞ്ഞുങ്ങൾ പിറന്നു. 2 പെൺകുട്ടികളും 1 പയ്യനും. അങ്ങനെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 95 ആയപ്പോഴത്തേക്ക് എനിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായി. വലിയ സാമ്പത്തിക പ്രതിസന്ധി. ഹല്ലേലൂയ. എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി. കാര്യം ഗവൺമെൻറ് ജോലിയുണ്ട്, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി എനിക്ക് ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തമ്പുരാൻ്റെ ഒരു 2ാമത്തെ വിളിയായിരുന്നു. ആദ്യത്തെ വിളി ഞാൻ സ്വീകരിച്ചില്ല. വചനോത്സവത്തിലൂടെ എന്നെ വിളിച്ച വിളി ഞാൻ സ്വീകരിച്ചില്ല. അതുകൊണ്ട് എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധികളിലൂടെ ദൈവം എന്നെ വിളിക്കുകയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവം നമ്മളെ പല വിധത്തിലും വിളിക്കുന്നുണ്ട്. ചിലരെ തകർച്ചകളിലൂടെ വിളിക്കുന്നു, ചിലരെ രോഗങ്ങളിലൂടെ വിളിക്കുന്നു, ചിലരെ കുടുംബത്തിലെ അസ്വസ്ഥതകളിൽ വിളിക്കുന്നു. എല്ലാം ഒരു വിളിയാണ്. ആ വിളി കേട്ട് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം നിരവധിയായ മാർഗങ്ങളിലൂടെ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തിമോത്തി 2:4 നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാവരും സത്യം അറിയണമെന്നും എല്ലാവരും അവിടുത്തെ അറിയണമെന്നുമാണ്, ദൈവത്തെ അറിയണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും സത്യം അറിയാൻ വേണ്ടി, ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും വിവിധങ്ങളായ വിളികളിലൂടെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിളിയാണ് എനിക്ക് ആദ്യം കിട്ടിയത് വചനോത്സവത്തിലൂടെ. ഞാൻ സ്വീകരിച്ചില്ല. 2ാമത്തെ ഒരു വിളിയാണ് സാമ്പത്തിക തകർച്ചകളിലൂടെ. അപ്പോൾ എനിക്ക് ചെറിയൊരു ബോധോദയമുണ്ടായി. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. ജീവിത പങ്കാളിയുമായിട്ട്
പലപ്പോഴും അവിടുത്തെ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ പോകുമായിരുന്നു, ഉണ്ണീശോ പള്ളി. അതിനോടത്ത് തന്നെ വലിയൊരു പള്ളിയുമുണ്ട്. അവിടെ പോയി ആരാധിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്ത്, ആരാധന എന്താണെന്ന് സ്തുതി എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ പോകുമായിരുന്നു. എല്ലാ മലയാളികളും പോകുന്ന ഒരു പള്ളിയായിരുന്നു അന്ധകാലത്തിൽ. 1995 കാലഘട്ടങ്ങളിലാണ് ഞാനിത് പറയുന്നത്. 86 എൻ്റെ വിവാഹം കഴിഞ്ഞുവല്ലോ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പ്രതിസന്ധികളെ ഓർത്ത് ഞാൻ വളരെ പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് മറ്റൊന്നും അറിയില്ല. അവിടെ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ നിന്ന് കണ്ണീരൊഴുക്കുന്നു. കണ്ണീരൊക്കെ നമ്മൾ വിചാരിച്ചാൽ വരുന്നതല്ല, ദൈവം തന്നാൽ മാത്രമേ വരികയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധികളെ ഓർത്ത്, നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ഓർത്ത് നമുക്ക് കരയുവാൻ സാധിക്കുന്നത് ദൈവം അനുവദിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ആ സത്യം ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അല്ലാതെ വെറുതെ ഒന്ന് കരയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും കരയാൻ സാധിക്കുകയില്ല. യേശുവേ ആരാധന. അപ്പൊ അങ്ങനെ ഞാൻ കരയുകയും വിലപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ വിലാപവും കരച്ചിലും ഒക്കെ കുറേ മാസങ്ങളിലേക്ക് നടന്നു. അപ്പോൾ അത് എനിക്ക് ഒരു പ്രത്യേകമായ ഒരു സന്ദേശം ബഹുമാനപ്പെട്ട പനിക്കലച്ചൻ്റെ പോട്ടയിൽ നിന്നുള്ള ഒരു സന്ദേശം എനിക്ക് ലഭിക്കുകയാണ്. 1998 ഡിസംബറിലാണ് സംഭവിച്ചത്. ഞാൻ ആ ധ്യാനത്തിന് പോയില്ല. ധ്യാനം എന്താണെന്ന് എനിക്കറിയില്ല. ധ്യാന കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നും എനിക്കറിയില്ല. അതിൽ പോയിരുന്നത് എൻ്റെ ബ്രദറിൻലോ, എൻ്റെ ഭാര്യയുടെ സഹോദരനായിരുന്നു. അവനങ്ങനെ കറങ്ങി നടന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. വലിയ വിശ്വാസത്തിലൊന്നുമായിട്ട് അല്ലായിരുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ വെച്ച് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ ഒരു സന്ദേശം ഉണ്ടാകുകയാണ്. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു. ബാംഗ്ലൂരിലുള്ള, നോക്കണേ, കർത്താവ് വളരെ വ്യക്തമായും സ്പഷ്ടമായും പറയുകയാണ്, ബാംഗ്ലൂരിലുള്ള AK ചന്ദ്രബോസിന് കർത്താവ് ആത്മീയ സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ബാംഗ്ലൂരിലുള്ള AK ചന്ദ്രബോസിന് ഇനീഷ്യലോട് ചേർത്താണ് പറയുന്നത്. അപ്പോൾ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. വേറെ ചന്ദ്രബോസൊക്കെ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഇനീഷ്യൽ ചേർത്താണ് പറയുന്നത്. ബാംഗ്ലൂരിലുള്ള AK ചന്ദ്രബോസിന് കർത്താവ് ആത്മീയ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു സന്ദേശം സ്വീകരിക്കുവാൻ എൻ്റെ ബ്രദറിലോ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇല്ല. എനിക്ക് ധ്യാനമില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നൊന്നും അറിവുമില്ല. ആ സമയത്ത് ഞാനൊരു പ്രൊമോഷൻ കിട്ടി ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ പോയിക്കുകയായിരുന്നു. ചെന്നൈയിലായിരുന്നു എൻ്റെ ജോലി, പക്ഷെ കുടുംബം ബാംഗ്ലൂരായിരുന്നു. ആ രാത്രി തന്നെ ഭാര്യ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് 2G ഫോണുള്ള സമയമായിരുന്നു എന്ന് തോന്നുന്നു. യെസ്, എനിക്ക് വിവരം കിട്ടി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഇതെങ്ങനെ സംഭവിക്കും? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എന്നെ ഇത്രമാത്രം അറിയുന്ന ഒരു ദൈവമുണ്ടോ? പേരും ഇനിഷ്യലും സ്ഥലവും എല്ലാം മനസ്സിലാക്കി പറയുന്ന, എന്നെ വിളിക്കുന്ന ഒരു ദൈവം, അതെനിക്ക് എൻ്റെ ഉൾക്കാഴ്ചയ്ക്ക് അപ്പുറമായിരുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പോൾ ഞാൻ ചിന്തിച്ചു, 2 ദിവസത്തിനുള്ളിൽ ഞാൻ ബാംഗ്ലൂരിലെത്തി. പള്ളിയിലേക്ക് പോയി, പതിവ് പോലെ ഇൻഫന്റ് ജീസസ് പള്ളിയിലേക്ക് പോയി. അവിടെ ഞാൻ എൻ്റെ കർത്താവിന് സന്നിധിയിൽ കുരിശുരൂപത്തിന് മുമ്പിലിരുന്ന് കരഞ്ഞു. എന്നെ ഇത്രമാത്രം അറിയുന്ന എൻ്റെ കർത്താവെ, ഞാൻ അങ്ങേ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. വചനോത്സവം അയച്ച് വിളിച്ചപ്പോഴും തകർച്ചകൾ തന്ന് വിളിച്ചപ്പോഴുമൊന്നും ഞാൻ കാര്യമായി അങ്ങ് ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ള ഒരു നിരാശാബോധം എന്നെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഞാൻ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ചു. നീ എന്നെ അറിയുന്നില്ല എങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും അറിയുന്നു എന്ന് പറഞ്ഞ കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ചു. പേരും സ്ഥലവും അഡ്രസ്സും എല്ലാം ചൊല്ലി വിളിച്ചപ്പോൾ ഇത് കർത്താവിന്റെ വിളിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, എന്നാലും
ഞാൻ അതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളും അന്നുണ്ടായിരുന്നല്ലോ. ഇതൊരു പുതിയ അറിവായിരുന്നു, കർത്താവിൻ്റെ വിളി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പഴയ ആരാധനയുണ്ട്, കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള കർത്താവിനുള്ള ആരാധനയും ഉണ്ട്. മെഴുകുതിരി കത്തിച്ച് കർത്താവിനെ ആരാധിക്കുന്നു, അവിടെ വിളക്ക് കത്തിച്ച് അന്യദൈവങ്ങളെയും ആരാധിക്കുന്ന ഒരു സ്ഥിതി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, എങ്ങനെ കർത്താവ് ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ എങ്ങനെയെല്ലാം കർത്താവ് അത് രൂപപ്പെടുത്തി പാകപ്പെടുത്തി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകമായ കാര്യം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു 2 സ്റ്റാൻഡേർഡിലുള്ള ആരാധന ഞാൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, 2 വെള്ളത്തിൽ കാലി വെച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ശരിയല്ല എന്ന് അറിയുന്ന കർത്താവ് ഒരു ചേച്ചിയെ എൻ്റെ ഭവനത്തിലേക്ക് അയച്ചു, ബാംഗ്ലൂരിലേക്ക് അയച്ചു. അതെൻ്റെ ഭാര്യയുടെ ഒരു അകന്ന റിലേഷനുള്ള ഒരു ചേച്ചിയായിരുന്നു. അവർ പെന്തക്കോസ്ത വിശ്വാസത്തിലായിരുന്നു. അവരാദ്യവുമായും അവസാനമായും എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രാവശ്യം വന്നു, പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അവരെ. അവർ പറഞ്ഞു, ബോസേ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, കർത്താവാണ് ദൈവം, കർത്താവിനെ ആരാധിക്കുമ്പോൾ മറ്റൊരു ആരാധനയും പാടില്ല എന്ന് ആ മകൾ പറഞ്ഞു. അപ്പോൾ അത് വിശ്വസിക്കുവാൻ എനിക്ക് പ്രയാസമായിരുന്നു. കാരണം അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ തന്നെ കോടിക്കണക്കിന് മക്കൾ ആരാധിക്കുന്ന മറ്റു ദൈവങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ മറ്റു പലരോടും അന്വേഷിച്ചു, മറ്റു പല ക്രിസ്ത്യാനി സുഹൃത്തുക്കളോട് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതങ്ങനെയാണ്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് പാടില്ല എന്നുള്ള പ്രമാണങ്ങളിലെ 1ാമത്തെ പ്രമാണമാണത് എന്ന് അവരെന്നോട് വിശദീകരിച്ചു. അപ്പോഴും എനിക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാനൊരു ബൈബിൾ മേടിക്കുവാൻ തീരുമാനിച്ചു. ഞാനൊരു ബൈബിൾ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ കണ്ടെത്തിയത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഇംഗ്ലീഷ് ബൈബിളാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. എനിക്ക് മലയാളം ബൈബിൾ അവിടെ കിട്ടുമെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ബൈബിളെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ബൈബിൾ എനിക്ക് കിട്ടി. അവിടെ പോയി ഞാൻ ഒരു ബൈബിൾ വാങ്ങിച്ചപ്പോൾ ആ സഹോദരൻ എൻ്റെ കയ്യിലേക്ക് NIV ബൈബിൾ, ഇംഗ്ലീഷാണ്, എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ എൻ്റെ കരങ്ങൾ വിറച്ചു, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ഒരു വലിയ അഭിഷേകം എനിക്ക് ആ സമയത്തുണ്ടായി, ഒരു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഒരു അഭിഷേകം അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. ഹല്ലേലൂയ. ആദ്യമായി ഒരു ബൈബിള് കൈകൊണ്ട് തൊടുകയാണ്. അതിൻ്റെ ഒരു അഭിഷേകം, ഒരു പുതിയ അറിവ്, ഒരു പുതിയ ജ്ഞാനം എൻ്റെ കർത്താവ് എനിക്ക് തരികയായിരുന്നു. ഇംഗ്ലീഷാണെങ്കിലും ഞാനത് വായിക്കുവാൻ തുടങ്ങി. കാരണം മലയാളം ബൈബിൾ അവിടെ കിട്ടുമെന്ന് പോലും അറിയില്ല. ഇംഗ്ലീഷിലുള്ള ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രമാണങ്ങളും 20-ാം അധ്യായം പ്രമാണങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ, പുറപ്പാട്, അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാക്കാൻ പാടില്ല, ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ് എന്നൊക്കെയുള്ള ഭാഗങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കുറേ ബോധ്യങ്ങളും കൂടെ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ചെയ്തു. അന്നുവരെ ആരാധിച്ചിരുന്ന ആ പഴയ ദൈവങ്ങളെ ഒരമ്പലത്തിൽ കൊണ്ടുപോയി പഴയ ഫോട്ടോകളും ആരാധനാ സാധനങ്ങളുമെല്ലാം ഒരമ്പലത്തിൻ്റെ സമീപത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. 1998 ഇത് സംഭവം. 98 പനക്കലച്ചനിലൂടെ ലഭിച്ച സന്ദേശത്തിന് പിന്നാലെയാണ് ഇതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ബൈബിൾ വായിച്ചതും ബൈബിൾ പഠിച്ചതും പഠിക്കാൻ തുടങ്ങിയതും ഈ കാര്യങ്ങളെല്ലാം ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു പോകുന്നതും തിരിച്ചു നോക്കാതെ തിരിച്ചു പോകുന്നതുമെല്ലാം 98 അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ബാംഗ്ലൂർ ധ്യാനകേന്ദ്രത്തെപ്പറ്റി അറിയാനിടയായി. അതുവരെ ബാംഗ്ലൂർ ധ്യാനകേന്ദ്രത്തെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 94 സ്ഥാപിതമായ ധ്യാനകേന്ദ്രമാണത്. 98 ആയപ്പോഴത്തേക്ക് അത് പ്രാബല്യം പ്രാപിച്ചു. ഞാൻ ആ ധ്യാനകേന്ദ്രത്തെപ്പറ്റി അറിയാനിടയായി. ഞാൻ അങ്ങോട്ട് പോയി. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ ദൈവസ്തുതിപ്പും ആരാധനയും പാട്ടുകളും എല്ലാം ഇവിടെ നടക്കുന്ന പോലെ ഇതുപോലെ തന്നെ
കൈയടിച്ചുള്ള പാട്ടുകൾ, കൈ ഉയർത്തിയുള്ള സ്തുതിപ്പ്, ആരാധന, ആത്മീയ ഗീതങ്ങൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിയും ശനിയും ഞായറും. പ്രിയമുള്ളവരെ, അതെന്നെ വളരെയധികം ആകർഷിച്ചു. അപ്പോൾ ഞാനും അതിൽ പങ്കുചേർന്നു. പിന്നെ ഞാൻ അവിടെ ഒരു സ്ഥിരം സന്ദർശനായി തീർന്നു. എല്ലാ ദിവസവും പോകുവാൻ എനിക്കുള്ള പ്രചോദനം ദൈവം തന്നു. എല്ലാ ദിവസവും പോകും. അപ്പോൾ എങ്ങനെ മറ്റുള്ളവരത് ശ്രദ്ധിച്ചു. പള്ളിയിലുള്ളവരും അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ ശ്രദ്ധിച്ചു. അവരൊരു ദിവസം എന്നോട് ചോദിച്ചു, നിനക്ക് ഇത്രയേറെ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ, ഇത്രയേറെ പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് ചേർന്നുകൂടാ? അതെൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു ചോദ്യമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അവിടുത്തെ പ്രധാനപ്പെട്ട സിസ്റ്ററാണ് എന്നോടിത് ചോദിച്ചത്. മറ്റു സിസ്റ്റേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഐ എം ഓക്കെ. എനിക്ക് രണ്ടാമത് ചിന്തിക്കാനുള്ള സമയവും ലഭിച്ചില്ല, രണ്ടാമത് ചിന്തിക്കുവാനുള്ള ഒരു ആലോചനയും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഐ എം ഓക്കെ, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ ദിവസം തന്നെ വൈകുന്നേരം ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എൻ്റെ മക്കളോട് പറഞ്ഞു. മക്കളൊക്കെ അന്ന് 10 വയസ്സും 7 വയസ്സും 6 വയസ്സും ഒക്കെ ഉള്ളവരാ പ്രായമായിരുന്നു. അവരോടും പറഞ്ഞു, പങ്കാളിയോട് പറഞ്ഞു. അവൾ പറഞ്ഞു, അവൾക്കൊരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിരുന്നുകൊണ്ട് കർത്താവിനെ പറ്റിയും പരിശുദ്ധ മറിയത്തെ പറ്റിയുമൊക്കെ ഒരു പ്രാഥമികമായ അറിവും ബോധ്യമൊക്കെ ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സിൻ്റെ സഹവാസം ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്, കോൺവെൻറ്റ് സ്കൂളിലാണ് അവൾ പഠിച്ചിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടതായി വന്നില്ല. അവളും എൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ വരാൻ തുടങ്ങി. ഈ ആരാധനാലയത്തിൽ, ബാംഗ്ലൂർ ധ്യാന കേന്ദ്രത്തിൽ വരുവാനും ആരാധിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവൾക്കും വലിയ സമ്മതമായിരുന്നു. മക്കളുടെ സമ്മതവും ഞാൻ ചോദിച്ചു. അവർക്കും സമ്മതമായിരുന്നു. അപ്പോൾ അങ്ങനെ 2000 ആണ്ട് മെയ് മാസം 20-ാം തീയതി അത് നടന്നു. ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള ഞങ്ങളുടെ പൂർണ്ണമായ ഒരു വരവ് അത് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയായിരുന്നു എൻ്റെ തമ്പുരാനിലേക്കുള്ള എൻ്റെ വരവ്. ആദ്യം വിളിച്ചപ്പോൾ വിളി കേട്ടില്ല. രണ്ടാമത് വിളിച്ചപ്പോഴും വലിയ ഒരു സ്വീകാര്യത ഉണ്ടായില്ല. പിന്നീട് കഷ്ടതകൾ കൂടിയപ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ, ആ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടുകൂടിയും നെടുവീർപ്പിട്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ഉത്തരം തന്നു. അതും ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ്റെ വാക്കുകളിലൂടെ. ഞാൻ പോയിട്ടില്ലാത്ത ധ്യാനകേന്ദ്രത്തിൽ, ഞാൻ കൂടുതലായി ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ദൈവത്തെ പറ്റിയുള്ള ഒരു വലിയ ബോധ്യം ബാംഗ്ലൂരിലുള്ള AK ചന്ദ്രബോസിന് കർത്താവ് ആത്മീയ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു ബോധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ എന്നെ ഇന്നിവിടെ നിൽക്കുവാനായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാംഗ്ലൂർ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകളിൽ സജീവമായി ഞാൻ പങ്കെടുക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ബൈബിൾ വായിക്കുകയും അങ്ങനെ കൂടുതലായ കർത്താവിനെ അറിയാനായിട്ടുള്ള പരിശ്രമമുണ്ടായിരുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുവൻ കർത്താവിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഒരുവൻ കർത്താവിലേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പലവിധമായ പരീക്ഷണ ഘട്ടങ്ങളും ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണത്. ഒരുപക്ഷെ നിങ്ങൾക്കും അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എനിക്കും അത് സംഭവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. അതിൽ രണ്ടാമത്തെ മോൾക്ക് 2007 അന്ന് അവൾക്ക് 15-16 വയസ്സുണ്ട്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ അവൾ ഫസ്റ്റ് PUന് ചേർന്നപ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ, പെൺകുട്ടികൾ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ആദ്യമായി കോളേജിലേക്ക് പോകുമ്പോൾ അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. ഹല്ലേലൂയ, യേശു ആരാധന. അവർക്കൊരു വലിയ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവർ കൂട്ടുകാരികളൊക്കെ ആയിട്ട് അവൾ ആഹാരം കഴിക്കാനൊക്കെ പോയി. ക്രൈസ്റ്റ് കോളേജിനടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും സംഗതികളും എല്ലാം ഉണ്ട്. അങ്ങനെ ഏതൊക്കെയോ ആഹാരം കഴിച്ചപ്പോഴത്തേക്ക് അത് പോയിസണായി മാറി, അത് വിഷമായി മാറി.
എന്താ കഴിച്ചതെന്നും എനിക്കറിയില്ല. അപ്പോൾ സമയമെത്തിയപ്പോഴും അവൾ വന്നില്ല, വീട്ടിലെത്തിയിട്ടില്ല. ഞാനാണ് ബാംഗ്ലൂരിലില്ല. ഞാൻ ആ സമയത്ത് വേറെ ധ്യാന കേന്ദ്രത്തിലായിരുന്നു, കണ്ണൂരിലെ മദർഹോം ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അവിടെ ഒരു ധ്യാനം കൂടാൻ പോയിരിക്കുകയായിരുന്നു. കുറേ വിശ്വാസമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു. ആദ്യമായി ഞാൻ ധ്യാനം കൂടിയത് കുളത്തുവയിൽ തന്നെയാണ്. 2002 മാമോദിസ സ്വീകരിച്ചതിന് ശേഷം കുളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിൻ്റെ വർക്കിയച്ചൻ്റെ ഒരു ധ്യാനത്തിലാണ് ഞാനന്ന് പങ്കെടുത്തത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പിന്നീട് ഞാൻ ബാംഗ്ലൂർ ധ്യാന കേന്ദ്രത്തിൽ തന്നെ നടക്കുന്ന ധ്യാനങ്ങളിലാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. ആന്തരിക സൗഖ്യ ധ്യാനവും തപസ് ധ്യാനത്തിലെല്ലാം. അതിനുശേഷമാണ് ഞാൻ ഒരു പ്രാവശ്യം മദർഹോം ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത്. അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ പ്രാർത്ഥിപ്പിച്ചു ഒരു ബ്രദർ. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ വെച്ച് ഓരോ ധ്യാനത്തിൽ പങ്കെടുത്ത് ഓരോരുത്തരെയും പ്രാർത്ഥിപ്പിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടു. ആ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, രണ്ടാമത്തെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു സന്ദേശമായിരുന്നു എനിക്ക് കിട്ടിയത്. രണ്ടാമത്തെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ടൊരു ഫീൽ ഉണ്ടായില്ല. ഞാൻ ചാപ്പലിൽ പോയിരുന്ന് രണ്ടാമത്തെ മകൾക്ക് വേണ്ടി പ്രത്യേകമായി കുറേ നേരം പ്രാർത്ഥിച്ചു, കുറേയധികം പ്രാർത്ഥിച്ചു. സാധാരണ നിങ്ങളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഞാൻ തിരിച്ചു പോരുകയാണ്. ധ്യാനം കഴിഞ്ഞ് ഫൈനൽ ഡേ ആയിരുന്നു. തിരിച്ചു പോരുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. എൻ്റെ ഭാര്യയുടെ ഒരു ഫോൺ വന്നു. കാവ്യ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, ഇതുപോലെ അവൾ കൂട്ടുകാരികളൊക്കെ ഒത്ത് ആഹാരം കഴിക്കാൻ പോയി, പിന്നെ വേറൊരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി, പിന്നെ അവളുടെ ഫോൺ ഓഫായി, അതുകൊണ്ട് വിവരമൊന്നുമില്ല. പിന്നെ അവളുടെ കൂട്ടുകാരിക്ക് വിളിച്ചിട്ടാണ് വിവരം അറിയുന്നത്, ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞു. അവൾ സംസാരിക്കാൻ പറ്റാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മോളും കൂടി പോയി കണ്ടുപിടിച്ചു, സ്ഥലം കണ്ടുപിടിച്ചു. പരിചയമില്ലാത്ത സ്ഥലമാണ്, കണ്ടുപിടിച്ചു. അന്ന് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സംഗതികളൊന്നും ഇല്ലായിരുന്നു. 2G ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് വാരിയെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ഹല്ലേലൂയ. വളരെ അപകടകരമായൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഫോൺ വന്നു. രണ്ടാമതൊരു ഫോൺ വരുവാൻ അറ്റൻഡ് ചെയ്യുവാൻ എനിക്ക് ഭയമായിരുന്നു. അങ്ങോട്ട് വിളിക്കുവാനും എനിക്ക് ഭയമായിരുന്നു. ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. രണ്ടാമതൊരു ഫോൺ വന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു ഫോൺ വന്നു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു ഫോൺ വന്നു. അവളെ ഹോസ്പിറ്റലിലാക്കി, 96% അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സന്ദേശം. ഹല്ലേലൂയ. ആ സന്ദേശം സ്വീകരിക്കുവാൻ ഞാൻ അശക്തനായിരുന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ബാംഗ്ലൂർ ധ്യാനത്തിൽ എത്തിയത് മുതൽ ഓരോ ദിവസവും അവിടുത്തെ നിത്യാരാധന ചാപ്പലിൽ മണിക്കൂറുകളോ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. രാവും പകലും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ 100 കണക്കിന് മണിക്കൂറുകൾ ഈ ദിവസങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നീ എനിക്ക് എന്ത് തന്നു, എന്ത് സാധിച്ചു തന്നു എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നീ എനിക്കൊരു ജീവിതം തന്നു. ആപത്തും അപകടവും അനർത്ഥവുമില്ലാതെ കുടുംബത്തെ കൊണ്ടുപോയി. അതുമാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഈ സമയത്ത് എൻ്റെ കൊച്ച് അപകടാവസ്ഥയിലാണ്. അവൾ 96% മരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ വിധിയെത്തി കഴിഞ്ഞു. കർത്താവേ, ഇപ്പോൾ ആ 100 കണക്കിന് മണിക്കൂറുള്ള പ്രാർത്ഥനകൾ നീ ഓർക്കണമേ. അന്ന് ഞാൻ എന്താണ് പ്രാർത്ഥിച്ചത്, എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് വലിയ വിവരമൊന്നുമില്ല. പക്ഷേ ഒന്നുണ്ട്, ഞാൻ അങ്ങയുടെ സന്നിധിയിലിരുന്നു, പ്രാർത്ഥിച്ചു, കരഞ്ഞു, വിലപിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ സങ്കടങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണമേ കർത്താവേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞാൻ മുഖ്യമായും ദൈവത്തിന് സമർപ്പിച്ചത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ ഫോൺ ചെയ്യാൻ പേടി, ഫോൺ വന്ന് എടുക്കുവാൻ പേടി. ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ KSRTC ബസ്സിലിരുന്ന് കരഞ്ഞു വിലപിച്ചു.
കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളിയും പ്രാർത്ഥനയിൽ ചേർന്നു സ്തുതിക്കുകയോ ആരാധിക്കുകയോ ചെയ്തു. പിന്നീട് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രഭാതം അല്ലെങ്കിൽ ഒരു 4 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു ഫോൺ വന്നു. എൻ്റെ മകള് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമുടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പിറ്റേ ദിവസം തന്നെ ഞാൻ ബാംഗ്ലൂർ എത്തിയിരുന്നു. മകളെ കണ്ടു. അവള് സുഖപ്പെട്ടു, രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെന്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചു. ആദ്യം എനിക്ക് വേണ്ടി ഒരു സന്ദേശം ഉണ്ടായി. രണ്ടാമത് എൻ്റെ മകൾക്ക് വേണ്ടി ഒരു സന്ദേശം ആ ധ്യാനകേന്ദ്രം വെച്ചുണ്ടായി. അതിലൂടെ ഉണ്ടായ സന്ദേശത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഒരു തിക്തമായ ഒരു അനുഭവമാണ് വരാൻ പോകുന്നത്. ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ദൈവം അതെല്ലാം മുന്നിൽ കണ്ടു. ദൈവം അത് ഞാൻ കരഞ്ഞു വിലപിച്ച് ബസ്സിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തമ്പുരാനത് കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടതകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഏത് ജാതിയിലായാലും ഏത് മതത്തിലായാലും കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവനെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു തമ്പുരാൻ നമുക്കുണ്ട്. തൻ്റെ കുരിശു മരണത്തിലൂടെയും പീഡാസഹനത്തിലൂടെയും മനുഷ്യകുലത്തെ രക്ഷിച്ചെടുത്ത കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പിന്നെയും കുറേ കാലഘട്ടങ്ങൾ കടന്നുപോയി. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ എന്നെ ആരാധന. വിശ്വാസത്തിൽ വളർത്തിയ തമ്പുരാന്റെ സന്നിധിയിലേക്ക് വന്നുവെങ്കിലും അതിനുശേഷം എന്നെ വിശ്വാസത്തിൽ വളർത്തിയ ചില അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ അറിവിലേക്കും നിങ്ങൾക്ക് കൂടുതൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്കൊരു ബോധ്യം തരുന്നുവെങ്കിൽ അതിലെനിക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ ചില കാരണങ്ങളാൽ എന്നോട് മിണ്ടാതായി. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളുണ്ടായി, ചില പേഴ്സണൽ സെറ്റ് ബാക്സ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എന്നോട് വലിയ മിണ്ടാട്ടമില്ലാതായി. ഞാനാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്ന് ഒരു പക്ഷേ അവൾ ധരിച്ചു കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. അപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ബാംഗ്ലൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി ദിവസവുമുള്ള നിത്യേനയുള്ള ദൈവബലിയും ആരാധനയും പ്രാർത്ഥനയും ചാപ്പൽ അടയ്ക്കുന്നതുവരെ രാത്രി 10 മണി വരെ ഞാൻ ഓടിയുണ്ട്. അവിടെ 2 ചാപ്പലുണ്ട്. ഒന്ന് നിത്യാരാധന ചാപ്പൽ താഴെയും, ഒന്ന് രാത്രി പകൽ 7 മുതൽ 10 മണി വരെയുള്ള പ്രാർത്ഥനയും ചാപ്പലും. അപ്പോൾ 10 മണി വരെ ഞാൻ ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടായിരിക്കും. സെക്യൂരിറ്റി വന്ന് അടയ്ക്കുമ്പോഴും ഞാൻ പോവുകയുള്ളൂ. ഹല്ലേലൂയ. അതുപോലെ ഒരു ഇന്റിമസി കർത്താവിനോട് എനിക്ക് ഉണ്ടായി. കർത്താവിനോട് നമ്മൾ എത്രയധികം അടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയായി കർത്താവ് നമ്മൾ അടുക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുത്തെ എത്രമാത്രം ആരാധിക്കുന്നുവോ അതിനനുസരിച്ചുള്ള അനുഗ്രഹവും അഭിഷേകവും നമുക്ക് കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ബാംഗ്ലൂരിൽ ഇൻഫൻജീസ് ചർച്ചിൽ പോയപ്പോൾ അവിടെ ഒരു എഴുത്ത് ഞാൻ കാണാറുണ്ടായിരുന്നു. The more you honor me, the more I love you. The more I bless you. The more you honor me, the more I bless you. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വാക്കുകളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭാര്യ എന്നോട് ഞാൻ മിണ്ടാതിരിക്കുന്നു, വലിയ സ്നേഹമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഇവള് ആയിട്ടൊന്ന് വീണ്ടും ഒന്ന് രമ്യതപ്പെടുക എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയുണ്ട്, പക്ഷേ അവൾക്ക് വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, മമ്മൂട്ടി ഒരു ഫാനാണ്, അപ്പോൾ മമ്മൂട്ടിയെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാമെന്ന് എൻ്റെ പൊട്ടബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചു പോയി. മമ്മൂട്ടിയെ അറിയണമെങ്കിൽ മമ്മൂട്ടിയെ പരിചയമുള്ള ആരെങ്കിലും അറിയണം. അപ്പോൾ മനോജ് കെ ജയന് നമ്മൾക്ക് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ പൊട്ടബുദ്ധിയിൽ എനിക്ക് തോന്നുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ചിന്ത, പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്, അന്നത്തെ PM പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞിട്ടൊന്ന് സംസാരിപ്പിച്ചാലോ എന്നുള്ള ഒരു പൊട്ടബുദ്ധി. അദ്ദേഹത്തെ കണ്ടെത്തുവാൻ സാധിക്കുമോ? പക്ഷേ എൻ്റെ ഫാദറിലേക്ക് അദ്ദേഹത്തെ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പുള്ളിക്ക് ഇച്ചിരി പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ സാധിക്കുമെന്നൊരു പൊട്ടബുദ്ധിയിൽ തോന്നിപ്പോയി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ കൊണ്ട് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കൊണ്ട് സംസാരിക്കുക എന്നൊക്കെ തോന്നിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം മഹത്വപൂർണനായ ദൈവം, ഈ ചിന്തകളും വിചാരങ്ങളും എല്ലാം അറിയുന്ന ദൈവം 139 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അവിടുന്ന് അറിയുന്നു,
ഒരു വാക്കൊരു ചിന്ത എൻ്റെ മനസ്സിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അവിടുന്ന് അറിയുന്നു. ഈ വിവരങ്ങളും വിചാരങ്ങളും എല്ലാം അറിയുന്ന കർത്താവ് ഒരു കാര്യം ചെയ്തു എനിക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ ഒരു അകൽച്ചയിലായിരുന്നപ്പോൾ അവളിങ്ങനെ ചില ആത്മീയ സുഹൃത്തുക്കളെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എൻ്റെ എല്ലാ കാര്യങ്ങളും പരാജയപ്പെടുകയാണല്ലോ. അവൾ സ്വന്തമായിട്ട് ചില ലൊട്ടിലൊട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം പരാജയം കണ്ടെത്തിയപ്പോൾ അവൾ ഉദ്ദേശിച്ച വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ പല ആത്മീയ സുഹൃത്തുക്കളോട് അന്വേഷിച്ചു, ഞാൻ എന്ത് ചെയ്യണം. അവർ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ പോയി ആ ചാപ്പൽ പോയിരുന്നു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, യേശു ആരാധന. നീ ആ ചാപ്പൽ പോയിരുന്നു പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് നിന്റെ വിഷമങ്ങൾ നിനക്ക് കർത്താവിനോട് പറയാം, കർത്താവ് നിനക്ക് ഉത്തരം അരുളും. ഹല്ലേലൂയ. അതനുസരിച്ച് അവൾ ചാപ്പലിലേക്ക് പോയി. അവിടെ വെച്ച് കർത്താവോട് സംസാരിച്ചു. ഒരു നിദ്രയിൽ, ഒരു ദർശനത്തിൽ കർത്താവോട് സംസാരിച്ചു. അതിങ്ങനെയായിരുന്നു. അവൾക്കൊരു ദർശനം കൊടുത്തു. ഞാൻ അവിടെ ഇരുന്ന് ആ ചാപ്പലിൽ തന്നെ ദിവസവും വന്ന് പ്രാർത്ഥിക്കുന്നതും, ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു സ്കൈ ബ്ലൂ ഷർട്ടും ഇട്ടുകൊണ്ടാണ് മിക്കവാറും, അതാണ് എൻ്റെ ഫേവറേറ്റ് ചോയ്സ്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. നീ ഇത് കാണുന്നില്ലേ? കർത്താവ് ചോദിച്ചു. ഇതല്ല ഇപ്പോൾ തന്നെ പിന്നീട് എന്നെ വിശദീകരിച്ചു തന്ന കാര്യങ്ങളാണ്. നീ ഇത് കാണുന്നില്ലേ? അവൻ കണ്ണുനീരോടെ എൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നീ കാണുന്നില്ലേ? ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട. അവൻ്റെ കുറ്റങ്ങളും കുറവുകളും എനിക്കറിയാം. അത് എനിക്ക് മൗനമായിട്ടുള്ള കാര്യങ്ങളാണ്. നീ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു കർത്താവ് സംസാരിച്ചത്. നീ ഒരു കാര്യം ചെയ്യുക, നീ വീട്ടിലേക്ക് പോയി ഉടനെ തന്നെ അവൻ്റെ കാല് പിടിച്ച് മാപ്പപേക്ഷിക്കുക. ഹല്ലേലൂയ. കർത്താവ് വ്യക്തമായി സ്പഷ്ടമായിട്ട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോയി ഉടനെ തന്നെ അവൻ്റെ കാല് പിടിച്ച് മാപ്പപേക്ഷിക്കുക. ഒരു പെണ്ണിന് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. ഭാര്യയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. പക്ഷെ അവളത് ചെയ്തു. അവളെനിക്ക് ഫോൺ ചെയ്തു, പപ്പ എന്നാണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഓക്കെ, വെരി ഗുഡ്. അടുത്ത ദിവസം തന്നെ അവളൊരു സാഹചര്യം ഉണ്ടാക്കി കാല് പിടിച്ചു, മാപ്പ് പിടിച്ചു. ഹല്ലേലൂയ, യേശു ആരാധന. കർത്താവ് പറഞ്ഞത് അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, അതെന്റെ വിശ്വാസം വീണ്ടും വളർത്തി. ഹല്ലേലൂയ, യേശു ആരാധന. നമ്മുടെ ഹൃദയ വിചാരങ്ങളായിരുന്നു കർത്താവ്. ഒരാൾക്ക് മറ്റുള്ളവരോട് പരിഭവമുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് നമ്മളോട് പരിഭവമുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയുന്ന കർത്താവ് അതിനുള്ള വഴിയൊരുക്കി. ഹല്ലേലൂയ, യേശു ആരാധന, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിരവധിയായ മാർഗങ്ങളിലൂടെ കർത്താവ് എന്നെ നയിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്, ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജമാല കയ്യിലെടുത്തു. 15 വർഷം മുമ്പുള്ള കാര്യമാണ്. ജമാല കയ്യിലെടുത്ത് പരിശുദ്ധ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു ചിന്ത, പരിശുദ്ധ സന്നിധിയിൽ വെച്ച് ജപമാല പ്രാർത്ഥന ശരിയാണോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചു. ഉടനെ ജപമാല ഞാൻ പോക്കറ്റിലിട്ടു. ഞാനിത് ആരോട് ചോദിക്കും, എങ്ങനെ അറിയും? ആ ചിന്ത എന്നെ മതിച്ചുകൊണ്ടിരുന്നു. ഞാൻ താഴേക്ക് ഇറങ്ങി. താഴെ ഒരു ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. അപ്പോൾ അതുവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ആ സബ്ജക്റ്റ് വിട്ടിട്ട് വേറൊരു സബ്ജക്റ്റിലേക്ക് കടന്നു. അതിപ്രകാരമായിരുന്നു. ചിലർക്കൊരു ചിന്തയുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലിരുന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള ചിന്തയുണ്ട്. ഹല്ലേലൂയ. നോക്കുക, ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ, ഇതിനാരെനിക്ക് ഉത്തരം തരുമെന്നുള്ള ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടുകയാണ്, അത് ശരിയാണ്, അത് ഇതാരും തെറ്റുമില്ല. കാരണം കർത്താവിൻ്റെ ശരീരം മാതാവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിരവധിയായ മാർഗങ്ങളിലൂടെ കർത്താവ് എൻ്റെ വിശ്വാസത്തെ വളർത്തുകയായിരുന്നു. ഓരോ സംശയമുണ്ടാകുമ്പോഴും ആരെയെങ്കിലും വീട്ടിലേക്ക് അയക്കും, ആരെയെങ്കിലും കണ്ടുമുട്ടാനിടയാകും, അല്ലെങ്കിൽ വൈദികരിലൂടെയോ സന്യാസത്തിലൂടെയോ ആരുടെയെങ്കിലും സംസാരിച്ച് ആ ബോധ്യം, ആ ക്ലാരിറ്റിയും അതിനൊരു വലിയ ഒരു അർത്ഥവും തരുന്ന ഒരു രീതിയിൽ കർത്താവിനെ നയിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതിനെ തുടർന്ന് ഞാൻ കൂടുതലായി ബൈബിൾ പഠിക്കുവാൻ തുടങ്ങി. ബൈബിളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. കൂടുതൽ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി. എനിക്ക് പിന്നീട് 2022 എങ്കിലും 2022 വരെ എനിക്കൊരു മാന്ദ്യത ഉണ്ടായിരുന്നു. വിശ്വാസമുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്,
ധ്യാനങ്ങൾ കൂടുന്നുണ്ട്. പക്ഷേ എനിക്കൊരു മാന്ദ്യമുണ്ടായിരുന്നു. ലോകമായിട്ടുള്ള ഒരു വിടുതൽ, പൂർണ്ണമായൊരു വിടുതൽ എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു ദിവസം ഇടവ പള്ളിയിൽ ബാംഗ്ലൂരിൽ പരിശുദ്ധ കുർബാന കൂടിയിട്ട് തിരിച്ചു പോവുകയായിരുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ വെജിറ്റബിൾ ഷോപ്പിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് കാർ നിർത്തി ഇച്ചിരി വെജിറ്റബിൾ മേടിക്കാമെന്ന് കരുതി. അപ്പോൾ ആ കട തുറന്നിട്ടില്ല. അപ്പോൾ അടുത്ത കടയിലേക്ക് ഞാൻ പോവുകയായിരുന്നു, നടന്നു പോവുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ബസ്സല്ല, ലോറിയല്ല, ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു കാറ് പുറകിൽ നിന്ന് തന്നെ വന്ന് ഇടിച്ചു. പുറകിൽ നിന്ന് വന്ന് അടിച്ചു. ഞാൻ മറിഞ്ഞു വീണു, തലകുത്തി മറിഞ്ഞു വീണു, തല പൊട്ടി, രക്തം വന്നു, ബോധം പോയി, റോഡിൽ കിടന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ വീട്ടുകാരുടെ എല്ലാം ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈ വൈഫ്, മൈ ഡോട്ടർ, മൈ സൺ, മൈ സെക്കൻഡ് ഡോട്ടർ എന്നൊക്കെയുള്ള സേവിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പേരെഴുതി. മൈ ഡോട്ടർ കാവ്യ, മൈ ഡോട്ടർ ഭാഗ്യ, മൈ സൺ വിശാൽ, മൈ വൈഫ് സ്മിത, അങ്ങനെയൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഫോൺ എടുത്തിട്ട് ലാസ്റ്റ് കോൾ ആരാന്ന് നോക്കി. ലാസ്റ്റ് കോൾ എൻ്റെ ഫ്രണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു, പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട് അപകടത്തിലാണ്. അദ്ദേഹം വന്നു, എന്നെ കാറിൽ കയറ്റി ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാനൊന്നും അറിഞ്ഞില്ല. തലപൊട്ടി രക്തം വരുമ്പോഴത്തേക്ക് എത്രമാത്രം വേദന ഉണ്ടായിരിക്കും, എത്രമാത്രം പ്രശ്നം ഉണ്ടായിരിക്കും എന്നൊക്കെ അറിയാം. പക്ഷേ ഞാൻ ബോധം പൊട്ടി കിടക്കുകയായിരുന്നു കാറിൽ. അവിടെ കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ആ മനുഷ്യൻ മൈ സൺ, മൈ ഡോട്ടർ, മൈ വൈഫ് ഇവരെല്ലാം ഇവരെ അറിയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവം തന്നൊരു ജ്ഞാനമായിരുന്നു. അതിനും 2-3 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്ന ഒരു ജ്ഞാനമായിരുന്നു. വെറുതെ പേർ എഴുതിയാൽ പോരാ, റിലേഷൻഷിപ്പ് എഴുതണം. മൈ വൈഫ്, മൈ ഡോട്ടർ, മൈ സൺ, അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാലോ വെൻ യു ആർ ഗോയിങ് ടു ബി ഇൻ ഇൻകേപ്പബിൾ സിറ്റുവേഷൻ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഇൻകേപ്പബിൾ സിറ്റുവേഷൻ വരാം. ആ സമയത്ത് നമ്മുടെ ഫോൺ ഫിംഗർ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഏതെങ്കിലുമൊക്കെ ഫോൺ നമ്പർ എങ്ങനെയെങ്കിലുമൊക്കെ സേവ് ചെയ്താൽ അത് ആരുടെ റിലേഷനാണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം തന്നൊരു ജ്ഞാനത്തിൽ ഞാൻ 3 വർഷം മുമ്പ് ചെയ്തതായിരുന്നു. അത് 3 വർഷത്തിന് ശേഷം അപ്പോൾ ഉപകാരപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. 18 മണിക്കൂർ ഞാൻ ബോധമില്ലാതെ കിടന്നു. 18 മണിക്കൂർ ശേഷം ബോധം വീണു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം ഡിസ്ചാർജായി. പക്ഷേ 1 മാസത്തോളം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. കൈകാല് അനങ്ങുന്നില്ല, രാത്രിയിൽ ഉറക്കമില്ല, ഒരുമാതിരി വളരെ ഒരു അസ്വസ്ഥമായ രീതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് പരിഹരിക്കപ്പെട്ടത് 1 മാസത്തെ റെസ്റ്റിന് ശേഷം, 1 മാസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം. ഒറ്റപ്പോൾ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, കൈ പൊക്കാൻ പറ്റുന്നില്ല, കാല് പൊക്കാൻ പറ്റുന്നില്ല, വലിയ അസ്വസ്ഥതയായിരുന്നു. പറ്റും, എന്നാലും അതിലേക്ക് വലിയ അസ്വസ്ഥതയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർണ്ണമായ ആരോഗ്യത്തോടെ കർത്താവ് എന്നെ തിരിച്ചെത്തിച്ചു. ഹല്ലേലൂയ. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും ഇൻകേപ്പബിൾ ആകാം. ശ്രദ്ധിച്ച് കാർ ഓടിച്ചു കഴിഞ്ഞാലും ആകാം. ഞാൻ കാർ നിർത്തിയിട്ട് നടന്നു പോയപ്പോഴാണ് വണ്ടി വന്ന് ഇടിച്ച് ഞാൻ മറിഞ്ഞു വീണ് അബോധാവസ്ഥയിലായത്. 18 മണിക്കൂർ ഞാൻ അബോധാവസ്ഥയിലായിരുന്നത്, പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ അത് 18 ദിവസമാകാം, 18 ആഴ്ചയാകാം, 18 വർഷമാകാം. ഒരുപക്ഷെ അതിനുള്ളിൽ ബോധം തെളിഞ്ഞത് വരാം. പക്ഷെ ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ കിടക്കേണ്ടി വന്നിരിക്കാം. അപ്പോൾ ഞാൻ മരണപ്പെട്ടു പോയില്ല. ഒരപകടം സംഭവിച്ചു. എൻ്റെ ലോക താല്പര്യങ്ങളിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി കർത്താവ് ഒരു കാര്യം ചെയ്തു. ഒരപകടം സംഭവിച്ചു. പക്ഷേ അപകടത്തിൻ്റെ വേദന പോലും ഞാൻ അറിഞ്ഞില്ല ആ സമയത്ത്. പിന്നീട് ക്ഷീണം ഉണ്ടായെങ്കിലും 1 മാസത്തിന് ശേഷം കർത്താവിനെ സൗഖ്യപ്പെടുത്തി. പക്ഷേ എനിക്കൊരു വലിയൊരു തിരിച്ചറിവ് കർത്താവ് തന്നു. ഞാനാണ് സകലതും, ഞാനാണ് നിയന്ത്രിക്കുന്നത്, ഞാനാണ് രക്ഷിക്കുന്നത്, ഞാനാണ് മരണത്തിൽ നിന്ന് വിടുതൽ നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് ഞാൻ വളർന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ച എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം, അവിടത്തേക്ക് വേണ്ടി മാത്രം ഞാൻ ഇനി ജീവിക്കും. അങ്ങനെ ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. അതുവരെ ഒരു ലോകമോഹങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുമ്പസാരിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു വ്യർത്ഥ ചിന്ത എന്നെ ഭരിച്ചിരുന്നു. എന്നാൽ അതല്ല, കുമ്പസാരിച്ച് അങ്ങനെ മോചനം നന്ദി വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അനുവദിച്ചിരിക്കുന്നത്. യഥാർത്ഥ ബോധത്തിലും ജീവിക്കുവാനും കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുവാനുമാണ് കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ 18 മണിക്കൂർ മരണത്തിന് വിട്ടുകൊടുക്കാതെ എന്നെ കാത്തുകൊണ്ട ദൈവം അതിനുശേഷം ബോധവും ബോധ്യവും തന്നു. എനിക്ക് വലിയ ബോധ്യമുണ്ടായി. എന്നെ മരിക്കാൻ അനുവദിക്കാത്ത കർത്താവിന് വേണ്ടി ഞാൻ ഇനി ജീവിക്കും. ഹല്ലേലൂയ. അത് 2022 സെപ്റ്റംബർ മാസത്തിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം 2 വർഷവും 3 മാസവുമായി. അന്നൊരു തല്ലിയ തീരുമാനം ഞാൻ എടുത്തു. ഇനി എൻ്റെ ജീവിതം മുഴുവനും only for my Jesus. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഫേസ്ബുക്ക് ബന്ധങ്ങൾ കട്ട് ചെയ്തു, വാട്സപ്പ് ബന്ധങ്ങൾ കട്ട് ചെയ്തു. ബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും വാട്സപ്പിനോട് താല്പര്യം ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. ന്യൂസ് പേപ്പർ റീഡിങ് വേണ്ടെന്ന് വെച്ചു, സിനിമാ കാഴ്ച വേണ്ടെന്ന് വെച്ചു, മമ്മൂട്ടിയുടെ പടം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, വേണ്ടെന്ന് വെച്ചു, സീരിയൽ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരുപാട് ലോകബന്ധങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ബൈബിൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, എൻ്റെ 22 വർഷത്തെ ജീവിതത്തിൽ 24 വർഷത്തെ, ഇപ്പോൾ 25 വർഷം തികയാൻ പോവുകയാണ്. 24 വർഷമായി. ആ ജീവിതത്തിൽ ആദ്യത്തെ 20 വർഷം ഞാൻ ആകെ കൂടിയിരിക്കുന്നത് 10 ധ്യാനങ്ങളാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ 2024 ജനുവരി മുതൽ ഇതുവരെ ഞാൻ കൂടിയത്, ദൈവം എന്നെ കൂടാൻ അനുവദിച്ചത് 21 ധ്യാനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഞാൻ മനസ്സിലാക്കി, കർത്താവിനെ പറ്റി സംസാരിക്കണമെങ്കിൽ കർത്താവിൻ്റെ അഭിഷേകം വേണം, കർത്താവിൻ്റെ ജ്ഞാനം വേണം, ബൈബിളിനെ കുറിച്ചുള്ള തിരിച്ചറിവ് വേണം. അതില്ലാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകുവാൻ അല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ അരുളിപ്പാട് നിൽക്കുന്നവനെ പോലെ പ്രസംഗിക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, 1 പത്രോസ് 4:11 പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളിപ്പാട് നിൽക്കുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ എന്നുള്ള വചനപ്രകാരം കർത്താവെ ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ധ്യാനങ്ങൾ കൂടിയും ധ്യാനങ്ങൾ നടത്തിയും ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ധ്യാനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാൽ ചില ധ്യാനങ്ങളിലെല്ലാം പ്രസംഗിക്കാൻ എനിക്ക് അവസരം ദൈവം തന്നിട്ടുണ്ട്. ആ ധ്യാനങ്ങളിലെല്ലാം പോയി പ്രസംഗിക്കും. ചില പള്ളികളെല്ലാം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ പള്ളികളിലും എവിടെയെങ്കിലും അനുഭവം പങ്കുവെക്കാനുണ്ടോ അവിടെയെല്ലാം ഞാൻ പോയി പ്രസംഗിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ പറയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്, ദൈവത്തിൻ്റെ വചനം. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ജീവിത പങ്കാളിയെ നിരവധിയായ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. എൻ്റെ മകൻ ബൈക്ക് അപകടത്തിൽപ്പെട്ട് മരിച്ചില്ല. എൻ്റെ മകള് ഫുഡ് പോയിസൺ ഉണ്ടായി മരിച്ചില്ല. അങ്ങനെ നിരവധിയായ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചെടുത്ത ഒരു കുടുംബമാണ് എൻ്റേത്. എൻ്റെ ജീവിത പങ്കാളി പോലും കോവിഡിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലെത്തി, പക്ഷേ അവൾ മരണപ്പെട്ടു പോയില്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സാധിച്ചു തന്നത് ദൈവമാണ്. ഒരു ഇളയവൻ്റെ പ്രാർത്ഥന അതിനുണ്ടായിരുന്നു, പക്ഷേ ദൈവമാണ് ഇതെല്ലാം തന്ന് അനുഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ കൂടുതലായി വളരണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. യേശുവെ ആരാധന, യേശുവെ നിന്നുള്ള ആ ഒരു ആരാധനയും വിളിയും എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ. കരമത്തും സ്തുതി ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങളടിച്ച് കർത്താവിനെ കരങ്ങളടിച്ച് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കർത്താവ് പറഞ്ഞതിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചന്ദ്രബോസ് ബ്രദറോട് കേട്ടു, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് അനുഗ്രഹിച്ച ഒരു കർത്താവ്, വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യേശു പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യേശു ആ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ബ്രദർ ചന്ദ്രബോസിനെയും ജീവിത പങ്കാളിയും മക്കളെയും 3 പേരെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. കർത്താവ് വീണ്ടും മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കാനും
സഭയ്ക്ക് അനുഗ്രഹമാക്കി ഉയർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, കർത്താവേ സ്തോത്രം. ദൈവമേ ആരാധന, 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 കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. ആരാധന, ആരാധന, ആരാധന. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഇരുകരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കൊന്നു ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാ മഹത്വവും നമുക്ക് കർത്താവിന് കൊടുക്കാം. കർത്താവേ, അവിടുന്ന് ഈ നിമിഷം ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മൾ വചനമായി നമ്മുടെ ഇടയിലേക്ക് വരുന്ന സമയമാണ്. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ഒരുക്കാം. വചനത്തിനായി നമുക്ക് ദാഹിക്കാം. നമ്മുടെ ഹൃദയത്തെ വചനത്തിന് വേണ്ടി നമുക്കൊന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ചത് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ വാക്ക് ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ അതിരങ്ങളെ, നമ്മുടെ ഹൃദയത്തെ എല്ലാം നമുക്ക് ഒരുക്കാം. കർത്താവേ, ഈ നിമിഷം അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. കർത്താവേ, ഈ നിമിഷം അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹാല, 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 ഹാല. കരങ്ങളടിച്ച് അവിടെ ഞാൻ ഏകനല്ല. എരിതിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളിലാ. ചേർന്ന് പാടിക്കേ. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. കരങ്ങൾ ഉയർത്തി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 la 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 la